ഇന്ന് നമ്മൾ നമ്മുടെ റൂമിനൊരു പിങ്ക് കളർ അല്ലെങ്കിൽ റോസ് കളർ മേക്ക് ഓവറാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് റോസ് പിങ്ക് ഒക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ചെന്ന് വിടുക റോസ് കളറിലോ പിങ്ക് കളറിലോ എന്തെങ്കിലും ഡ്രസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആ ഡ്രസ്സ് തന്നെയാണ് അവർ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്താ എപ്പോഴും ഈ കളർ ഡ്രസ്സ് മാത്രം മോളെങ്ങനെ ഇടിപ്പിക്കുന്നത്, കാരണം എനിക്ക് പെട്ടെന്ന് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം മേക്ക് ഓവർ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേക്ക് ഓവറാണ് ഈ ഒരു പിങ്ക് റോസ് കോമ്പിനേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂം മേക്ക് ഓവർ. അതിൽ കേർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡാർക്ക് പിങ്ക് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബെഡ്ഷീറ്റ് ഇട്ടുണ്ടായിരുന്നത് ഈ ഒരു റോസും നല്ല ഹാർട്ടിൻ്റെ ഡിസൈനാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. കുട്ടികളുടെ റൂമിലേക്കായാലും ഒരു നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഷീറ്റ് പോളി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പോൾ ഈ ബെഡ്ഷീറ്റ് കിട്ടുന്നത് സൈഡിൽ ഇലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഡബിൾ സൈസുള്ള ബെഡാണെങ്കിൽ അതിന് പാകമാവുന്ന ഫിറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കിട്ടണത്. ഞാൻ മേടിച്ച സമയത്ത് സാധാരണ ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഷൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രീം ക്യാച്ചർ, ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡ്രീം ക്യാച്ചറാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ കിട്ടുന്നില്ല. വേറെ മോഡലിലുള്ളൊരു പിങ്ക് കളർ കിട്ടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കുകൾ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ പിക്ചറായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ താഴെ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് കുറേ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വാളിൽ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫും വൈറ്റ് കളറുള്ളത് വെച്ചിട്ടുണ്ട്. അത് 3 സെറ്റായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. അത് നമ്മൾ വാളിൽ ഉറപ്പിച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ക്യൂട്ട് കുട്ടികളുടെ ഡിസൈൻ ഉണ്ടല്ലോ, ആ പോട്ട്, അത് ചെടിച്ചട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെടികൾ വെക്കാം നമുക്ക്. ബെഡിൻ്റെ സൈഡിലോട്ട് ടേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു വുഡൻ ടേബിൾ. അതിൻ്റെ മുകളിൽ ഒരു ബെഡ് ലാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ടച്ച് സെൻസിങ് ആണ്. നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് തന്നെ കത്തും. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഇങ്ങനെ തൊട്ടുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രിഡ് ബോർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റഡി ടേബിളും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഷ്യനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പല തവണകളായിട്ടും മേടിച്ചിട്ട് പിന്നെ റൂം അറേഞ്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എല്ലാ റൂമുകളിലും മാറി ഐറ്റംസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കേർട്ടിൻ്റെ മുകളിലൊരു ഫയറി ലൈറ്റും കൂടി ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ സൈഡിലിട്ടിട്ടുള്ള കുഞ്ഞ് ടേബിൾ ഉണ്ടല്ലോ, അതിനൊരു 250 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ചെറിയ ടേബിളാണ്, ജസ്റ്റ് നമുക്ക് ചെറിയ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഇങ്ങനെ വെക്കാം. എന്നാലും അത്രയും വരുന്നുള്ളൂ. നമുക്ക് തന്നെ അത് അസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീനിങ് പ്ലസ് മേക്ക് ഓവർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണമെങ്കിലുള്ള ഇതൊക്കെ കേൾക്കുക, അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്ത് വെക്കുമ്പോൾ മക്കളൊക്കെ കുഞ്ഞാണെങ്കിൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. ഞാനും മക്കൾ ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കളയും. എന്നാലും ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ പിന്നെയും ഇതിങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.